നമസ്കാരം. രാഹുൽ ഗാന്ധി അങ്ങ് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് നടത്തിയ ഭാരത് ജോഡോ യാത്ര നമ്മളാരും അങ്ങനെ അത്ര പെട്ടെന്ന് മറന്നിട്ടില്ല. ഇപ്പോൾ ഇതാ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ നടന്ന ഒരു സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത്. യാത്രയ്ക്കിടെ ഛത്തീസ്ഗഡ് കോൺഗ്രസിൻ്റെ മീഡിയ ചെയർമാൻ സുശീൽ ആനന്ദ് ശുഖ തനിക്ക് മദ്യം വാഗ്ദാനം ചെയ്തതായി കോൺഗ്രസ് വിട്ട വനിതാ നേതാവ് രാധിക ഖേര പറയുന്നു. ശുഖ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും മുതിർന്ന നേതാക്കളോട് പരാതിപ്പെട്ടിട്ടും ആരും പ്രതികരിച്ചില്ലെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരിക്കുകയാണ്. മദ്യലഹരിയിൽ ശുഖ ഏതാനും പാർട്ടി പ്രവർത്തകർക്കൊപ്പം തൻ്റെ വാതിലിൽ മുട്ടുന്നത് പതിവായിരുന്നെന്നും അവർ പറഞ്ഞു. കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിൽ നിന്ന് അനാദരവ് ആരോപിച്ച് ഞായറാഴ്ചയാണ് ഖേര പാർട്ടി വിട്ടത്. പാർട്ടി നേതൃത്വം സ്ത്രീകളെ അപമാനിച്ചുവെന്ന് ആരോപിക്കുന്ന വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് രാജി. ഏപ്രിൽ 30 ഛത്തീസ്ഗഡ് കോൺഗ്രസിൻ്റെ മീഡിയ ചെയർമാൻ സുശീൽ ആനന്ദ് ശുഖയുമായി സംസാരിക്കാൻ പോയപ്പോൾ അയാൾ എന്നോട് മോശമായി പെരുമാറുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. ഞാൻ നിലവിളിച്ചു. ജനറൽ സെക്രട്ടറിയെ വിളിക്കാൻ അവിടെയുള്ളവരോട് പറഞ്ഞു. പക്ഷേ ആരും അനങ്ങിയില്ല. ഞാൻ ഫോൺ എടുത്ത് നിങ്ങളെ റെക്കോർഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സുശീലാനന്ദ് ശുഖ ആംഗ്യം കാണിച്ചു. അവിടെ ഉണ്ടായിരുന്ന മറ്റ് 2 പേർ മുറി അകത്തു നിന്ന് പൂട്ടി. എന്നോട് മോശമായി പെരുമാറി. സംഭവത്തെക്കുറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സച്ചിൻ പൈലറ്റിനെയും ജയറാം രമേശിനെ അറിയിച്ചെങ്കിലും അവരാരും പ്രതികരിച്ചില്ല. പിന്നീട് ഭൂപേഷ് ബാഗൽ എന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ രാഷ്ട്രീയം വിടാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഛത്തീസ്ഗഡ് വിടാനാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്. ഇതെല്ലാം ഗൂഢാലോചനയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷമാണ് കോൺഗ്രസ് തന്നെ വെറുക്കാൻ തുടങ്ങിയതെന്ന് ഖേര പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേത്രം സന്ദർശിക്കരുതെന്ന് കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നെന്നും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ പറയുകയുണ്ടായി. കോൺഗ്രസ് രാമവിരുദ്ധവും സനാതന വിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമാണെന്ന് എപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. മഹാത്മാഗാന്ധി എല്ലാ യോഗങ്ങളും ആരംഭിക്കുന്നത് രഘുപതി രാഘവ രാജാറാം പാടിക്കൊണ്ടാണ്. അമ്മൂമ്മയ്ക്കൊപ്പം രാമക്ഷേത്രത്തിൽ പോയപ്പോഴാണ് ഞാൻ ഈ യാഥാർത്ഥ്യം തുറന്നു കാട്ടിയത്. അവിടെ നിന്ന് മടങ്ങിയെത്തിയ ഞാൻ എൻ്റെ വീടിൻ്റെ വാതിലിൽ ജയ് ശ്രീറാം പതാക സ്ഥാപിച്ചു. അതിനുശേഷം കോൺഗ്രസ് പാർട്ടി എന്നെ വെറുക്കാൻ തുടങ്ങി എന്നാണ് ഖേര പറയുന്നത്.